മേക്കപ്പിനെ കുറിച്ചാണ്. ലേഡീസിൻ്റെ ഒരു മേക്കപ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മുടെ പാർലറിലോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ പാർലറിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇത് ലേഡീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഫൗണ്ടേഷനും കൺസീലറും. അതായത് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നല്ല കവറേജ് കിട്ടുന്ന രീതിയിൽ നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ ലുക്കായിട്ട് ചെയ്യുന്നതാണ്. അതായത് ആദ്യം മോയ്സ്ചറൈസറാണ് ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിന് അനുയോജ്യമായ ഒരു കൺസീലറാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് പ്രൈമറായിട്ട് നമുക്ക് ജെല്ല് യൂസ് ചെയ്യാം. അതും സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൈമർ തന്നെ നിങ്ങളത് യൂസ് ചെയ്യണം. അപ്പോൾ ജെല്ലാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ജെല്ല് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് പിന്നെ അനുയോജ്യമായിട്ടുള്ളതാണോ എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസീലറാണ്. കൺസീലർ യൂസ് ചെയ്യുന്നത് ഇപ്പം സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്കും കണ്ണിന് ചുറ്റും കറുപ്പ് ഉള്ളവർക്കും മാത്രം കൺസീലർ അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് കൺസീലർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കൺസീലർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഒരുപാട് അങ്ങ് ഇട്ടിട്ട് തേച്ച് മാച്ച് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ കൺസീലറിനെ കുറിച്ചാണ് പറയാനുള്ളത്. കൺസീലർ വന്നിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്കും പിന്നെ കണ്ണിന് ചുറ്റ് കറുപ്പുള്ളവർക്ക് കൺസീലർ യൂസ് ചെയ്യാം. കൺസീലർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കണ്ണിന് ചുറ്റും. അതുപോലെ പിമ്പിൾസ് ഉള്ളവർക്കും അത് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ കവിളിൽ ചിലർക്ക് കറുത്ത ഷെയ്ഡ് കാണിക്കും. അങ്ങനെയുള്ളവർക്കും കൺസീലർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ലാസ്റ്റ് അതായത് അതിനുശേഷം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റ് പൗഡർ യൂസ് ചെയ്യരുത്. അതുപോലെ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല. കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ചെയ്യേണ്ടത് കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഐബ്രോ യൂസ് ചെയ്യാം. കണ്ണൊക്കെ എഴുതിയിട്ട് പിന്നെ ലിപ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം. ഇത്രയാകുമ്പോഴത്തേക്ക് മേക്കപ്പിൻ്റെ ഏകദേശം ഉള്ളത് ഫിനിഷാണ്. ഇത്രയാണ് ഞങ്ങളുടെ പാർലറിൽ ലേഡീസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മേക്കപ്പിൻ്റെ കാര്യങ്ങൾ. ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ.